ഹലോ മക്കളെ, ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് ശേഷം നിങ്ങൾ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും പബ്ലിക് എക്സാം ടഫ് ആവും അല്ല. നമ്മുടെ ചാനലിൽ വരെ നമ്മൾ വീഡിയോ ഇട്ടുണ്ട്, പല യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പബ്ലിക് എക്സാം ടഫ് ആയിരിക്കും, നന്നായിട്ട് പഠിക്കണം എന്നുള്ളതായിരിക്കും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കൊരു സംശയമുണ്ട്. അതായത് നിങ്ങളെന്തോ വിചാരിക്കുന്നത് ഈ വർഷത്തെ പബ്ലിക് എക്സാമിൽ കുറേ എന്തോ പുതിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാ ചോദ്യങ്ങളും വേറെ ലെവൽ ചോദ്യങ്ങളായിരിക്കും, ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ലാത്ത, നിങ്ങൾ ഇന്നേ വരെ കാണാത്ത, PYQലൊന്നും തീരെ ഇല്ലാത്ത ടൈപ്പ് ചോദ്യങ്ങൾ വെച്ചിട്ട് പരീക്ഷ വന്നിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കും എന്നുള്ളൊരു ധാരണ അല്ലെ എന്നുള്ളൊരു പേടി നിങ്ങളുടെ മനസ്സിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്ത് മാറ്റിക്കോളൂ. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഈ വർഷത്തെ പരീക്ഷ മാറാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും ഈ വർഷത്തെ പരീക്ഷയിൽ ചേഞ്ച് ഉണ്ടാവുമോ, ഈ വർഷത്തെ പരീക്ഷ ഡിഫറൻ്റ് ആയിരിക്കും? തീർച്ചയായിട്ടും ഡിഫറൻ്റ് ആയിരിക്കും. നമ്മൾ മുൻ പരീക്ഷ ചോദ്യ പേപ്പറിൻ്റെ അതേ സ്റ്റാൻഡേർഡിൽ അല്ലെ അതേപോലത്തെ ചോദ്യങ്ങളായിരിക്കും ഈ വർഷം പബ്ലിക് എക്സാമിൽ വരാമെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം ക്രിസ്മസ് എക്സാമിൽ തന്നെ ഗവൺമെൻറ് നമുക്കൊരു സൂചന തന്നു, കുറച്ച് പേപ്പർ ഡിഫറൻ്റ് ആയിരിക്കും. അതിൽ തന്നെ എല്ലാ ചോദ്യങ്ങളും ഡിഫറൻ്റ് ആയിരിക്കും. മൊത്തത്തിൽ പേപ്പർ മൊത്തത്തിൽ അവർ മാറ്റി അഴിച്ച് പണിയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ക്രിസ്മസ് എക്സാമിൽ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഒരു 70 to 80% ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്യുന്ന PYQ മോഡലുള്ള അതേ ചോദ്യങ്ങൾ തന്നെയാണ്. ബാക്കിയുള്ള 20 to 30% ചോദ്യങ്ങളേ ഉള്ളൂ എന്തെങ്കിലും രീതിയിൽ ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. ആ ഡിഫറൻ്റ് ആയിട്ട് വന്ന ചോദ്യങ്ങളും അത് ഡിഫറൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ടഫായിട്ടുള്ള ചോദ്യങ്ങളൊന്നുമല്ല, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാത്തതോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ സാധാരണ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യാത്ത കാര്യങ്ങളൊന്നുമല്ല ആ ഡിഫറൻ്റ് ആയിട്ട് വന്ന ചോദ്യങ്ങൾ പോലും. അപ്പോൾ അത് നെസസറിലി ഭയങ്കര ടഫായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെ ഭയങ്കര ബുദ്ധിയുള്ള കുട്ടികൾക്ക്, നന്നായിട്ട് ചെറിയ ക്ലാസ് മുതൽ ടോപ്പേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളൊന്നുമല്ല. അവർ ആ 20 to 30% ചോദ്യങ്ങൾ ചോദിച്ചത് എങ്ങനെയാണ്? കുറച്ച് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ചോദിച്ചത്. അതായത് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയായിരിക്കും, ഒരു ഇക്വേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾ പഠിച്ച കാര്യം തന്നെയായിരിക്കും. പക്ഷെ സാധാരണ രീതിയിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ചോദിക്കുന്നതിന് പകരം അവരൊന്ന് തിരിച്ചു ചോദിച്ചു. അപ്പോൾ തിരിച്ചു ചോദിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ? അത് നിങ്ങൾ ബൈഹാർട്ടൊക്കെ ആയിട്ട് പഠിച്ചിട്ടാണ് പോയെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിന് ഉത്തരം കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. എന്ന് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യം പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്നാൽ അത് കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച കുട്ടിക്ക് ഒരു പക്ഷേ ആ ഒരു ചോദ്യത്തിന് ആൻസർ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും പരീക്ഷ ടഫ് ആകുമ്പോൾ നല്ല ഡിഫറൻ്റ് ആകുമ്പോൾ. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര ഇൻ്റലിജൻസ് ഉള്ള കുട്ടികൾക്ക് മാത്രം കണ്ടുപിടിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ അല്ല അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടായിരിക്കില്ല ഈ വർഷത്തെ പബ്ലിക് എക്സാം ടഫ് ആകാൻ പോകുന്നത്. നമുക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്നാൽ പരീക്ഷ ടഫ് ആവും അല്ലെങ്കിൽ ഡിഫറൻ്റ് ആവും നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? പരീക്ഷയിലെ സ്ട്രെയിറ്റ് ഫോർവേഡ് ചോദ്യങ്ങളായിരിക്കില്ല എല്ലാ ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ മോഡലായിരിക്കില്ല. ചില ചോദ്യങ്ങളെങ്കിലും 20 to 30% ചോദ്യങ്ങളെങ്കിലും ട്വിസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ സാർ ഈ ട്വിസ്റ്റ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുക? ഓക്കെ, ഇതൊക്കെ മനസ്സിലായിക്കൊള്ളാം, അടിപൊളി. പരീക്ഷ ഭയങ്കര ടഫായിരിക്കില്ല, പക്ഷേ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുക? മക്കൾ ഇതിൽ ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഫസ്റ്റ് കാര്യം, നിങ്ങൾ ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഇനി പുതിയ ചാപ്റ്റേഴ്സ് ആയിക്കോട്ടെ, പഠിക്കാൻ ഈ സമയമില്ലേ, 1.5 മാസമെങ്കിലും നമുക്ക് സമയമില്ലേ? ആ സമയത്ത് നിങ്ങൾ ഓരോ ചാപ്റ്ററും കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കാം. അത് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ. മാത്സിലും പല ചോദ്യങ്ങളും ഇങ്ങനെ ബൈഹാർട്ട് വെച്ച് പഠിച്ചു പോകാം. ജസ്റ്റ് ഫോർമുല എന്താണെന്ന് പോലും മനസ്സിലാവാതെ വെറുതെ ഇങ്ങനെ ചോദ്യങ്ങൾ ചെയ്തു പോകാം. അത് ചെയ്യരുത്. അത് ചെയ്യുന്നതിന് പകരം ആ സംഭവം എന്താണെന്ന് മനസ്സിലാക്കി തന്നെ പോവാം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിൻ്റെ ക്ലാസ്സസ്, അത് ബാച്ചിലെ ഷോർട്ട് നോട്ട്സ് ലൈവ് ആയിക്കോട്ടെ, അല്ലാത്ത വൺ ഷോട്ട് ക്ലാസ് ആയിക്കോട്ടെ, എല്ലായിടത്തും നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിപ്പിക്കുന്നുള്ളൂ. പക്ഷേ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഇതുവരെ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ എന്താണ് ചിലപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു പോവുക, അല്ലെങ്കിൽ ആ ലൈവൊക്കെ കഴിഞ്ഞിട്ട് അതിലെ ചോദ്യങ്ങൾ മാത്രം എടുത്ത് ചെയ്തു പോവുക. ആ രീതിയിലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതി മാറ്റിയിട്ട് ഓരോ കോൺസെപ്റ്റും മനസ്സിലാക്കി തന്നെ പോവാം. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഷോർട്ട് നോട്ട്സ് ലൈവ് ആയിരിക്കും. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ഷോർട്ട് നോട്ട്സ് ലൈവിൽ നമ്മൾ ഓരോ ടോപ്പിക്കും കഴിഞ്ഞിട്ട് അവിടുന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാമെന്നുള്ള കാര്യം ഫുള്ളായിട്ട് നമ്മൾ എല്ലാം പറയുന്നുണ്ട്. എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ടോ അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കുറച്ച് അധികം ശ്രദ്ധിക്കാം. ഇതിന് മുൻപ് നമ്മൾ അത്രയും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇനി അങ്ങോട്ട് നിങ്ങൾ അതിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ഇനി ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള നോട്ട്സ് ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഗൈഡ് ഉണ്ടാവില്ലേ, ആ ഗൈഡിൽ ഇങ്ങനെ വെറുതെ ബൈഹാർട്ട് പഠിച്ച് വായിച്ച് പോവാതെ ഒന്ന് ആലോചിച്ച് നോക്കി ഈ ഒരു ടോപ്പിക്കിന് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാം, അതെങ്ങനെ വന്നാലും എനിക്ക് ഉത്തരം പറയാൻ പറ്റുമോ, അതിലെന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടോ, സംശയം ഉണ്ട് ടീച്ചറിനോട് പോയി ചോദിക്കുക, അത് ക്ലിയർ ആക്കുക. ടീച്ചർ ഇങ്ങനെ ചോദ്യം വന്നാൽ ഞാൻ എങ്ങനെ ചെയ്യേണ്ടത്, ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക്, ബയോളജി ടെക്സ്റ്റ് ബുക്ക് പിന്നീട് വായിക്കുമ്പോൾ അതിൽ ഓരോ ലൈനും നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടുന്ന് എന്ത് ചോദ്യങ്ങളായിരിക്കും വരാൻ ചാൻസ്, ഇങ്ങനെ വരുമോ അങ്ങനെ വരുമോ എന്നുള്ള രീതിയിൽ കൂടെ നിങ്ങൾ ചിന്തിച്ചു. അല്ലാണ്ട് വെറുതെ ആ ഒരു സെന്റൻസ് ബൈഹാർട്ടാക്കുക അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ബൈഹാർട്ടാക്കുക, അതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ പരീക്ഷ എത്ര ഡിഫറൻ്റ് ആയിട്ട് വന്നാലും ഗിവൺ നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും.
ഇനി ഇതിൽ ചെറിയൊരു പോരായ്മയുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ പഠിച്ച എല്ലാ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ പരിമിതിയേർന്ന ഒരു അറിവോട് കൂടിയായിരിക്കും നിങ്ങൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഫുള്ളായിട്ട് എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും എല്ലാ കോൺസെപ്റ്റ്സും ചിലപ്പോൾ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കോൺസെപ്റ്റ് മാത്രം നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം പോരാ, ഒരു കാര്യം കൂടെ നിങ്ങൾ എക്സ്ട്രാ ചെയ്യണം. നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. ക്വസ്റ്റൻസ് എവിടെ നിന്ന് വേണേൽ പ്രാക്ടീസ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാം. സാർ പ്രീവിയസ് ഇയർ പോലെ അല്ലല്ലോ പേപ്പർ വരിക എന്നല്ലേ സാർ പറഞ്ഞത്? അല്ല, ഈ വർഷത്തെ ക്രിസ്മസ് എക്സാം പേപ്പറിൽ ഞാൻ പറഞ്ഞ എന്താണ് 70-80% പ്രീവിയസ് ഇയർ മോഡൽ തന്നെയാണ്. അപ്പം ആ മറ്റേ 20% മാത്രം കിട്ടിയാൽ പോരല്ലോ. ഈ 70-80% ക്വസ്റ്റൻസ് ആൻസർ ഉണ്ട്, അതൊക്കെ പ്രീവിയസ് ഇയർ മോഡൽ തന്നെയാണ് ഈ വർഷത്തെ പബ്ലിക് എക്സാമിന് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ചെയ്തിരിക്കണം. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആയിക്കോട്ടെ, ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളായിക്കോട്ടെ, പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ എക്സാമിനറുടെ ബാച്ചിലൊക്കെ പഠിക്കുന്നുണ്ട്, ഷോർട്ട് നോട്ട്സ് ലെവലിൽ നമ്മൾ ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ട്, വൺ ഷോട്ട് റെക്കോർഡ് ക്ലാസ്സിൽ ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ട്, വർക്ക് ഷീറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. നിങ്ങൾക്ക് ടഫായിട്ട് പരീക്ഷ വരികയാണെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഡിഫറൻറ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാലഞ്ചർ ക്വസ്റ്റൻസിൽ. ബാച്ചിൽ ആ ക്വസ്റ്റൻസ് ഉപയോഗിക്കുക. ഈ ബാച്ചിൽ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഗൈഡ് വാങ്ങുക, അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചർ ക്വസ്റ്റൻസ് തന്നിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ ചെയ്തു പോകണം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളുടെ കോമ്പിനേഷനിലായിരിക്കും കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക, പിന്നെ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ എത്ര ടഫായിട്ടോ ഡിഫറൻ്റ് ആയിട്ടോ പരീക്ഷ വന്നാലും നമ്മളത് ടാക്കിൾ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിരന്തരം എല്ലാ ദിവസവും ഇനി അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കണം. വെറുതെ ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ബൈഹാർട്ട് പഠിക്കണം. അത് പഠിക്കേണ്ടെന്നല്ല പറയുന്നത്. സോഷ്യലിലും ബയോളജിയിലും ഒക്കെ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. കെമിസ്ട്രിയിലും ഫിസിക്സിലും വരെ ബൈഹാർട്ട് പഠിക്കേണ്ട കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. അതൊക്കെ ബൈഹാർട്ട് പഠിക്കണം. പക്ഷേ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി അതിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരുമെന്നുള്ള രീതിയിലും കൂടെ ചിന്തിക്കുക. അതേസമയം അല്ലാത്തുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ പരീക്ഷ എത്ര ഡിഫിക്കൽട്ട് വന്നാലും എത്ര ഡിഫറൻ്റ് ആയിട്ട് വന്നാലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും മക്കളെ ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇടുക, ലൈക്കും ചെയ്യുക, ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.